നിങ്ങളെന്താ ഇതിലെ നടക്കണോ? നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? കുറെ ആൾക്കാരെ ഇന്നോട് അറിഞ്ഞിട്ടില്ല ചോദിച്ചു. എത്ര നടക്കുന്ന നാട്ടില് അവർക്ക് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന കളിയാക്കില്ലോ. ഇത് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ പണിയെത്തി നോക്കാം. എല്ലാം എന്താന്നില്ല. കോയാക്കാരുണ്ട്. ഇനി ആരും അതിനെ പറ്റി മുണ്ടല്ലോ കേട്ടോ. കുഞ്ഞുട്ടിയെ എന്താണ് എല്ലാവരും ഇങ്ങനെ അറിഞ്ഞോ ചോദിച്ചു. ഇജ്ജെല്ലാം അറിഞ്ഞോ? ഞാൻ ഒന്നും അറിഞ്ഞില്ല കോയാക്ക. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ അമ്മക്കറ്റ് പറഞ്ഞല്ലോ. നിങ്ങൾ ഒന്നും പറഞ്ഞാ ഇച്ചെല്ലാം പറഞ്ഞു. എന്റെ ചങ്ങായിന്റെ അപ്പുണ്ണി ഓച്ച് തത്ത പറയണ മാതിരി പറഞ്ഞുതരും. എന്നാ നിങ്ങൾ അങ്ങനെ ചെല്ലി എത്ത് പാപ്പാനെ തക്കത് പൂട്ടിയിട്ടുണ്ട്. അപ്പുണ്ണിയെ കാല് ചൂടാക. ഒരു കാര്യം നോക്കാണ്ട് അവിടെ ഇരിക്കാം. നോക്കട്ടെ എന്തേ? ഏത് കാലോ? കാലല്ല, ഒരു കാര്യം നോക്കാണ്ട്. എന്നാ അത് പറയാ. എന്താ കാര്യം? നാട്ടിലെന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ചെന്ന ആൾക്കാർ വർത്താനം നിർത്തുകയാണ്. കാണുമല്ലോ അറിഞ്ഞോ ചോദിച്ചാണ്. അരിഞ്ഞോ എന്നാണെങ്കിൽ താനൊന്ന് ഭയക്കണം. അരിഞ്ഞോ എന്നല്ല ചോദിച്ചത്, അറിഞ്ഞോന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. വലിച്ചിട്ട് 10 പഴിങ്ങത്ത്. വലിയ നിർത്തിയിട്ട് കുറെ കാലേക്കും കിട്ടിയ കഥ കുറിച്ച് കുടുംബത്ത്. അപ്പൊ കുടുംബത്തിനാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. താനൊന്നും ഉണ്ടാകും. മർമ്മത്തിനിട്ട് പണി കൊട്ട്. മർമ്മത്തിനിട്ട് പണി വരുന്നുണ്ടോ? അല്ല മൊത്താരൊരു പൊത്ത്. ആ പൊത്തിനുള്ളിൽ എന്താ വെച്ചുകൊണ്ട് നോക്കാൻ വയ്ക്കും എനിക്ക്? കൈയിട്ട് ഏതായാലും നോക്കാൻ കച്ചിട്ട് നോക്കണ്ട. അല്ലാതെ എങ്ങനെ അറിയാൻ വലിയ വകുപ്പുണ്ടോ? ഞാനൊറ്റ വഴി ബെസ്റ്റിലെ പ്രയോഗം. അതെ അത് നോക്കോ. തന്നോട് ആൾക്കാർ അറിഞ്ഞോ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അറിഞ്ഞു കൊടുക്കണേ. പോയി അറിഞ്ഞോന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ് അതെന്നെ അറിയേണ്ടത്? എന്നാ കേട്ടോ, ജനങ്ങൾ ഒന്നാക്കി ജാമ് ജൂമാക്കാൻ പോവാ. ഇത് മനസ്സിലാവുന്ന കൊലത്തിലൊന്ന് പറഞ്ഞു തരൂ. എടോ, ജാം ജൂമിലാതാ പെരുന്നാളനുബന്ധിച്ച് പിടുത്തം വിട്ട് ഓഫർ കൊടുക്കണോ? പടച്ചോനെ എപ്പോ? 25-ാം തീയതി തൊട്ട് 3-ാം തീയതി വരെ. ദൈവം ഇമ്മാതിരി ഓഫർ ഞാനിത് അറിഞ്ഞിട്ടില്ലല്ലോ. വേഗങ്ങൾ മാറ്റാ. ഞാൻ പോവാണ്. അല്ല ആദ്യം ഞങ്ങളെ എടോ ഞങ്ങളല്ല ജനങ്ങൾ പോയി കഴിച്ചോന്ന്. അത് ഒടുക്കത്തെ മാറ്റത് കാണാൻ കൊണ്ട് ചങ്ക നമ്മൾ ഇപ്പോൾ ജാം ജൂമിലാണ്. അപ്പൊ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഈദ് എംപയർ സെയിൽ നടക്കണ പുടുത്തം വിട്ട ഓഫർ കൊടുക്കണ്ടേ? 25-ാം തീയതി തൊട്ട് 3-ാം തീയതി വരെ. അപ്പൊ ഓഫർ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ശരി, ജാം ജൂം കുറുവാ റൈസിനൊക്കെ 1 കിലോന് വെറും 42 റുപ്യക്ക്. 149 മിൽക്ക് പാടൊക്കെ വെറും 119 റുപ്യക്ക്. 399 റുപ്യന്റെ ന്യൂട്ടലൊക്കെ വെറും 269 റുപ്യക്ക്. മിൽമന്റെ പാലട മിക്സറൊക്കെ വെറും 69 റുപ്യക്ക്. 92 രൂപന്റെ 5 സ്റ്റാർ ഗ്ലോസ് പൗഡറിന് വെറും 46 രൂപയ്ക്ക്. 469 ബൂസ്റ്റ് ഒക്കെ വെറും 349 റുപ്യക്ക്. 370 രൂപന്റെ പുരിക്സോ ഡിറ്റർജന്റ് പൗഡർ വെറും 175 റുപ്യക്ക്. 4690 റുപ്യന്റെ ഹോജോന്റെ 10 ലിറ്ററിന്റെ ബിരിയാണി പോട്ട് വെറും 1099 റുപ്യക്ക്. 999 റുപ്യന്റെ ജോമോന്റെ ബെഡ്ഷീറ്റ് വെറും 389 റുപ്യക്ക്. അപ്പൊ ഞങ്ങൾ ഈ ജാം ജൂമിന്റെ ഈ വെടിക്കെട്ട് ഓഫറുകൾ നടക്കുന്നത് മലപ്പുറം കുന്നുമല്, കിഴക്കേതല, കോഴിക്കോട്, കൽപ്പറ്റ, പെരിന്തൽമണ്ണ, മേലാറ്റൂര്, നിലമ്പൂര്. അപ്പൊ മറക്കണ്ട, ഈ ഓഫർ നടക്കുന്നത് 25-ാം തീയതി മുതൽ 3-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ പെരുന്നാൾ ജോറാക്കണമെന്നുണ്ടെങ്കിൽ നേരെ കുട്ടോളി ജാം ജൂമിട്ട്.